ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളെ പറ്റി സംസാരിക്കാനാണ്. അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പോൾ ടിപ്പ് നമ്പർ 1, ഫിനിഷ് ദ എൻറ്റയർ കോഴ്സ്. ഓക്കെ, ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ കോഴ്സ് എത്രയാണോ ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ കോഴ്സ് നിങ്ങൾ ഫിനിഷ് ചെയ്യുക. അതാണ് ടിപ്പ് നമ്പർ 1. 2, നിങ്ങൾ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ആ ഒരു ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന ടൈമിങ് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. അതായത് കറക്റ്റ് ഡ്യൂറേഷൻ, കറക്റ്റ് ഫ്രീക്വൻസി, അതായത് ഇപ്പോൾ BD ആണോ OD ആണോ എന്നെല്ലാം നോക്കിയിട്ട് ആ കറക്റ്റ് ടൈമിൽ ആ ആൻറ്റിബയോട്ടിക് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ. ടിപ്പ് നമ്പർ 3, നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഒരിക്കലും ജ്യൂസിൻ്റെ കൂടെയോ മിൽക്കിൻ്റെ കൂടെയോ ഒന്നും കഴിക്കാൻ പാടില്ല. ഓൾവേസ് യൂസ് നോർമൽ വാട്ടർ, അതായത് നമ്മുടെ സാധാരണ തിളപ്പിച്ചാറിയ വെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളം അത് നിങ്ങൾ യൂസ് ചെയ്യുക. ഒരിക്കലും ചൂടുവെള്ളത്തിലോ പാലിലോ ജ്യൂസിലോ അതിലൊന്നും കുടിക്കാൻ പാടില്ല. ഓക്കെ. നമ്പർ 4, ചില ആൻറ്റിബയോട്ടിക്കുകൾ എംപ്റ്റി സ്റ്റൊമക്ക് കഴിക്കേണ്ടതുണ്ട്, അതായത് ഭക്ഷണത്തിന് മുന്നേ. ചില ആൻറ്റിബയോട്ടിക്കുകൾ വിത്ത് ഫുഡ്, ആഫ്റ്റർ ഫുഡ് കഴിക്കേണ്ടതുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ആൻറ്റിബയോട്ടിക്കാണ് നിങ്ങൾ കഴിക്കുന്നത്, അത് ഭക്ഷണത്തിന് മുന്നേ ആണോ ഭക്ഷണത്തിന് ശേഷമാണോ എന്ന് ഡോക്ടറോടും ഫാർമസിസ്റ്റിനോടും ചോദിച്ചിട്ട് കഴിക്കുക. ഓക്കെ. ടിപ്പ് നമ്പർ 5, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഒരു പ്രോബയോട്ടിക്കും കൂടെ തന്നെ കഴിക്കാൻ ശ്രമിക്കുക. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമെൻറ്റഡ് ഫുഡ്സിലെല്ലാം പ്രോബയോട്ടിക് ആണ്. അതായത് കേർഡോ ബട്ടർ മിൽക്കോ അല്ലെങ്കിൽ യോഗട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാക്സിമം കഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് മൂലമുണ്ടാകുന്ന സൈഡ് എഫക്റ്റുകൾ, അതായത് ഡയേറിയ, വൈറസ് സംബന്ധമായിട്ട് അസുഖങ്ങൾ, ഇതെല്ലാം കുറയാൻ സഹായിക്കും ഈ പ്രോബയോട്ടിക്. അപ്പോൾ ഇങ്ങനെ ഈ ആൻറ്റിബയോട്ടിക് കഴിക്കുന്ന സമയത്തെല്ലാം മാക്സിമം പ്രോബയോട്ടിക്കുകളും എടുക്കാൻ ശ്രമിക്കുക. ഇതാണ് എൻ്റെ ടിപ്പ് നമ്പർ 5. പ്രോബയോട്ടിക് ആൻറ്റിബയോട്ടിക് എങ്ങനെ എടുക്കണ്ടേന്നുള്ളത് ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ആ വീഡിയോ ഒന്ന് പോയി കാണണം കേട്ടോ. എൻ്റെ ഈ ടിപ്പുകളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ 5 ടിപ്പ് നിങ്ങൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ഫോളോ ചെയ്യണം. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഫോളോ ചെയ്തിട്ട് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. ഓക്കെ. ഇരിക്കുള്ളൂ. ഇനി ഈ ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഇതൊന്ന് ഫോളോ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഫാർമസി റിലേറ്റഡ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോ. ഐ ആം ഹിയർ. ഞാൻ ആൻസർ തരുന്നതാണ്. ഓക്കെ. അപ്പോൾ റെഡി. ബൈ ബൈ.